ബോക്സ് 2026 F1 സീസണിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ്സ് കേട്ടായിരുന്നു. ഓക്കെ, 2025 ഫോർമുല 1 സീസൺ ഒരു എൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വെളുപ്പിന് മെക്സിക്കൻ ഗ്രാൻഡ് പ്രി കഴിഞ്ഞു. ഇനിയും ബ്രസീലിയൻ ഗ്രാൻഡ് പ്രി ഉണ്ട്, അതേപോലെ ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രി, പിന്നെ ഖത്തർ ഗ്രാൻഡ് പ്രി, അബുദാബി ഗ്രാൻഡ് പ്രി. ഇത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞു. വലിയ അത്ഭുതമൊന്നും നടന്നില്ലെങ്കിൽ ലാൻഡൻ നോറിസ് തന്നെ വേൾഡ് ചാമ്പ്യൻ ആവും. അത്ഭുതം നടന്നില്ലെങ്കിൽ സോ ഫസ്റ്റ് തന്നെ പറയേണ്ടത് പവർ യൂണിറ്റ് വന്നൊരു മേജർ ചേഞ്ചാണ്. ഇപ്പോൾ ഇവിടെ 50-50 ആയിട്ടുണ്ട്. മീൻസ് 50% എഞ്ചിനിൽ നിന്നും 50% ബാറ്ററിയിൽ നിന്നുമാണ് ആക്കിയിട്ടുണ്ട്. അത് തന്നെ കാർസിന്റെ MGH കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. MGH എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർബോ ചാർജസ് ഉണ്ട്. ഈ ടെർബോ ചാർജസിന്റെ ലാഗ് ഉണ്ടാവും. അപ്പോൾ ആ ലാഗ് ഒഴിവാക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ മോട്ടർ ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു MGH. അത് 2026 സീസൺ തൊട്ടില്ല. സോ പുതിയ റൂൾസ് പുതിയ എഞ്ചിൻ പവർ യൂണിറ്റ് മാനുഫാക്ചറേഴ്സിനെ F1 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഡി ഉണ്ട്, പിന്നെ റെഡ് ബുൾ, ഫോർഡ് പവർ ട്രെയിൻസ് ഉണ്ട്, അതുപോലെ ഈ ഫെറാറി, മെഴ്സിഡീസ്, അൽപൈൻ ടീമുകളിലോടുകൂടി ഇവർ ജോയിൻ ചെയ്യും. അപ്പോൾ 2026 റൂൾസ് പ്രകാരം ഫോർമുല 1 കാർസിന് വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് മേജറായിട്ടുള്ള ചേഞ്ച് കാറിന്റെ ചാസിയിൽ എയറോഡൈനാമിക്സ് വേണം. ആദ്യം തന്നെ കാറുകളുടെ വീൽ ബേസ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചിട്ടുണ്ട്. നേരത്തെ 3600 mm നിന്ന് 200 mm കുറച്ചു, 1400 ഇപ്പം FIAയുടെ പുതിയ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതേപോലെ കാറിന്റെ വിത്ത് കുറച്ചിട്ടുണ്ട്, 100 mm കുറച്ചിട്ടുണ്ട്. 2000 അതായത് കറന്റ് ഇപ്പോൾ ഉള്ളത് 2000 mm ആയിരുന്നു വിത്ത്, ഇപ്പം 100 mm കുറച്ച് 1900 mm ആക്കിയിട്ട്. അത് പിന്നെ വെയിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 30 കിലോഗ്രാം ലൈറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സീസൺ തൊട്ട് DRS ഇല്ല ബൈബിൾ. അപ്പോൾ അതിന് പകരമായിട്ട് വന്നത് X മോഡും C മോഡും. സോ DRS അടുത്ത വർഷം തൊട്ട് ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഫോർമുല 1 വീഡിയോ ചെയ്തെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ റേസ് ഒക്കെ കാണുന്നതിനാണ് അറിയാം. രണ്ട് കാർസ് തമ്മിൽ 1 സെക്കൻഡ് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള ഡ്രൈവറിന് DRS എനേബിൾ ചെയ്തിട്ട് ഓവർടേക്ക് ചെയ്യാം. അടുത്ത വർഷം തൊട്ട് അത് പറ്റില്ല, DRS ഇല്ലല്ലോ. അതിന് പകരം MGUK എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനുവൽ ഓവർ റൈഡ് മോഡ് എന്ന് പറയുന്നത് സിസ്റ്റമാണ് കൊണ്ടുവന്നത്. അതും കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. അതായത് 1 സെക്കൻഡ് ഗ്യാപ്പ് വരുമ്പോൾ മറ്റേ ബാറ്ററി പവർ ഇച്ചിരി കൂടെ കൂട്ടാൻ പറ്റും. ഇനി X മോഡും C മോഡും എന്താണെന്നുള്ളത്, എന്താണ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. X മോഡ് യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ്സിലാണ്, സർക്യൂട്ടിന്റെ സ്ട്രെയിറ്റ്സിൽ. അവിടെ ലോ ഡൗൺ ഫോഴ്സ് മതി, അങ്ങനെയുള്ളിടത്താണ് X മോഡ് ചെയ്യുന്നത്. Y മോഡ് നേരെ തിരിച്ചാണ്, കോർണേഴ്സിനാണ് കൂടുതൽ ഡ്രാഗ് വേണ്ട, ഡൗൺ ഫോഴ്സ് വേണ്ട സമയത്താണ് C മോഡ് ചെയ്യുന്നത്. പുതിയ ടീംസ് ഓഡിയും അതേപോലെ കാഡിലാക്കും F1 വന്നിട്ടുണ്ട്. കാഡിലാക്ക് വരുന്നത് 11th ടീമായിട്ടാണ്. പക്ഷെ ഓഡി നിലവിലെ കിക്സ് ഓവർ എന്ന് പറയുന്ന ടീമിന് ചേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് സീസൺ തൊട്ട് ഫോർമുല 1 ഒരു റേസ് നടക്കുമ്പോൾ തന്നെ സേഫ്റ്റി മെഷേഴ്സും കൂട്ടുന്നുണ്ട്. അതേപോലെ കാർസിനകത്തുള്ള സേഫ്റ്റി മെഷേഴ്സും കൂട്ടുന്നുണ്ട്. അടുത്ത സീസൺ തൊട്ട് നമുക്ക് F1 കലണ്ടറിൽ പുതിയൊരു സർക്യൂട്ട് ഉണ്ട്, മാഡ്രിഡിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, ആടായിട്ടുണ്ട്. സോ നിങ്ങളുടെ ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ് പുതിയ 2026 റൂൾസിനെ കുറിച്ച്, ടീംസിനെ കുറിച്ച് ഒക്കെ എന്താണ് ഇൻസൈറ്റ്സ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഈ വർഷം 2025 ആരായിരിക്കും വേൾഡ് ചാമ്പ്യൻ എന്ന് ഒന്ന് കമന്റ് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും